സംസ്ഥാനത്തെ കായിക അധ്യാപക നിയമന മാനദണ്ഡങ്ങളിൽ പരിഷ്കരണം ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിലാണ് കായിക അധ്യാപകർ. 65 വർഷം പഴക്കമുള്ള KER നിയമങ്ങളാണ് സ്കൂൾ കായികാധ്യാപകരുടെ നിയമനത്തിനായി ഇപ്പോഴും അവലംബിച്ചു പോരുന്നത്. കായികരംഗത്ത് ഭാവിയിലെങ്കിലും കേരളത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കായികാധ്യാപകരെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. ഈ കണ്ടത് ആഹ്ലാദ നൃത്തമല്ല, കടുത്ത അവഗണനയ്ക്കെതിരായ കായികാധ്യാപകരുടെ പ്രതിഷേധമാണ്. 2023 അകാരണമായി നിർത്തലാക്കിയ സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, തസ്തികാ നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിക്കുക, ഹയർ സെക്കൻഡറിയിൽ കായിക അധ്യാപക നിയമനം നടത്തുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പഠന വിഷയമാക്കി എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിഷേധത്തിലാണ് സംസ്ഥാനത്തെ കായികാധ്യാപകർ. സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇവർ. ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. 2019 UP റാങ്ക് ലിസ്റ്റ് വിളിച്ചിട്ടുള്ളത്, UP എക്സാം വിളിച്ചിട്ടുള്ളത്. അത് 2023 കൂടി ലിസ്റ്റ് വരികയും അതിൽ 11 ജില്ലകൾക്ക് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുകയും 2023 കൂടി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു 11 ജില്ലകൾക്കും. ഇതിൽ തന്നെ 4 ജില്ലകളിൽ 1ാം സ്ഥാനം വന്നിട്ടുള്ള ആൾക്ക് പോലും ജോലി കിട്ടുന്നില്ല. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, കണ്ണൂർ ഈ 4 ജില്ലകളിലും ഒരാൾക്ക് പോലും 1.5 വർഷത്തിലധികമായി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. 65 വർഷം പഴക്കമുള്ള KER നിയമനങ്ങളാണ് സ്കൂളുകളിൽ കായിക അധ്യാപക നിയമനത്തിന് ഇന്നും അവലംബിച്ചു വരുന്നത്. ഇതാണ് പ്രധാന പ്രതിസന്ധിക്ക് കാരണം. CPED എന്നൊരു കോഴ്സ് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മൾ TTC എന്ന് പറയുന്ന സംഭവം അതിൻ്റെ തത്തുല്യമായിരുന്നു CPED. അതിനുശേഷം TTC മാറി DLED ആയി. ഇപ്പോൾ CPED മാറി DPED ആയി. ഇപ്പോൾ CPED എന്ന് പറയുന്ന ആ കോഴ്സ് തന്നെ എടുത്തു മാറ്റി. അപ്പോൾ കോഴ്സ് ഇല്ല. അപ്പോൾ ആ കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷനുള്ള ആ രീതിയിലാണ് ഇപ്പോഴും KER മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 500 കുട്ടികളുള്ളവർക്ക് ഒരു കായിക അധ്യാപകനെങ്കിൽ 2500-3000 കുട്ടികളുള്ള സ്കൂളിലും ഒരു കായിക അധ്യാപകൻ തന്നെയാണ്. അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. 44-ഉം 45ഉം ഡിവിഷനുകളുള്ള സ്കൂളുകളിൽ ഇത് മൊത്തത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് വരുന്നത് ഒരു കായിക അധ്യാപകനാണ്. ദേശീയ മീറ്റുകളിൽ കേരളം മെഡലുകൾ വാരിക്കൂട്ടണമെന്ന് വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കി നൽകണം. യുവതലമുറ ലഹരിയിൽ നിന്ന് അകലാൻ സ്പോർട്സ് അല്ലാതെ മറ്റെന്ത് മികച്ച വഴി? കരുതണം കായിക അധ്യാപകരെ. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.